മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിൽ ഓയിലായാലും ഒഴിച്ചാൽ മതി. അത് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചെറുതായി ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കീറിയത് കൂടി ഇടുക. തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നീട് അതിലേക്ക് ചെറുതായി എരിഞ്ഞ സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ചെറുതായി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ചെറിയ ടൊമാറ്റോയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അതാണ് മീൻകറിയുടെ ചാറിന് കൊഴുപ്പ് നൽകുന്നത്. ഇതെല്ലാം ചേർക്കുക. പിന്നെ ഫിഷ് മസാല കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക. ഫിഷ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പൊടികളെല്ലാം കൂടി കുറച്ച് സമയം പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൊടികൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അടുത്തതായി കുടപ്പുളി വെള്ളത്തിൽ കുതിരാനായി വെച്ചിരുന്നു. ആ കുടപ്പുളി വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഒന്നിളക്കിയതിന് ശേഷം മൂടി ഉപയോഗിച്ച് അടച്ച് നമുക്കിത് തിളയ്ക്കാനായി നോക്കി നിൽക്കാം. കുറച്ചധികം സമയം തിളയ്ക്കേണ്ടതാണ്. എന്നാലാണ് അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളുടെയൊക്കെ രുചി ആ ചാറിലേക്ക് പകർന്നു കിട്ടുള്ളൂ. അതിൽ ചേർത്തിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ളതെല്ലാം അലിഞ്ഞ് ചേരുന്ന ഒരു പരുവമാവുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ചാറുമായി കൂട്ടി യോജിപ്പിക്കാനേ പാടുള്ളൂ. കൂടുതലായി ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അങ്ങനെ ഉപ്പും ചേർത്ത് മീൻ കഷ്ണങ്ങളെ ചെറുതായി ഒന്ന് ചാറിൽ മുക്കി വെച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കാം. വൈറ്റ് ഫില്ലറ്റ് അധികം വേവ് ആവശ്യമില്ലാത്ത മീനാണ്. ഓരോ മീനിനും പല വേവാണുള്ളത്. മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആവശ്യത്തിനുള്ള ചാറൊക്കെ ആയിട്ടുണ്ട് കറിയിൽ. അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ തൂവിക്കൊടുത്ത് നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ മീൻ കറി തയ്യാറായി.